എന്നാണ് ടൂറിസം ഡയറക്ടറുടെ സ്റ്റേറ്റ്മെന്റ് ഇറങ്ങുന്നത്. അപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അമിതമായി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തി. എന്നിട്ട് പറയുന്നത് അതിൽ ഒരുപാട് ചർച്ച ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ഒരുപാട് ചർച്ച. ഞാൻ ഇന്നലെ കൊച്ചിയിൽ കാണിച്ചാണല്ലോ. അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്നത് അബ്കാരി പോളിസി റിവ്യൂ ആണ് ടോപ്പിക്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എങ്ങനെ അബ്കാരി പോളിസി റിവ്യൂ ചെയ്യണം? അബ്കാരി പോളിസി റിവ്യൂ ചെയ്യേണ്ട ജോലി ടൂറിസം ഡിപ്പാർട്ട്മെന്റാണ്. ടോപ്പിക് വെച്ചിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ്. ടോപ്പിക് വെച്ചിട്ട് ടോപ്പിക് അബ്കാരി പോളിസി റിവ്യൂ എന്നാണ്. അബ്കാരി പോളിസി പരിശോധിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത്? അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ, അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുക, അതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന്റെ പുറകിൽ ഒരു അഴിമതിയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്നാണ് ചർച്ച. ഈ ചർച്ച നടത്തിയിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്ട് മാറ്റിയാൽ, പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഇത് നടപ്പാക്കും. അത് നടപ്പാക്കുന്നതിന് പണം കൊടുക്കണം. അതാണ് അഴിമതി. മദ്യനയവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ടുള്ള അഴിമതി. കൃത്യമായിട്ട് ജില്ലാ പ്രസിഡന്റ് തന്നെ പറയുകയാണ്. പിന്നെ അയാളെ പേടിപ്പിച്ചോ സമ്മർദ്ദം ചെലുത്തിയോ അയാളെ മാറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് അയാൾ പറയുന്നത്. അവിടെ യോഗം ചേർന്നു എന്നുള്ളത് ശരിയാണ്. ഇതിനു മുമ്പ് പല യോഗങ്ങളും നടന്നു എന്നത് ശരിയാണ്. ചീഫ് സെക്രട്ടറിയുടെ യോഗത്തിൽ എന്തിനാണ് ടൂറിസം സെക്രട്ടറിക്ക് അബ്കാരി പോളിസിയിൽ ചേഞ്ച് വരുത്താൻ റിപ്പോർട്ട് ചെയ്യുന്നത്? ടൂറിസം സെക്രട്ടറിയാണ് റിപ്പോർട്ട് കൊടുക്കുന്നത് അബ്കാരി പോളിസി ചേഞ്ച് വരുത്താൻ. അപ്പം ഇത് ഹൈജാക്ക് ചെയ്യാണ്. എക്സൈസിന്റെ കാര്യം കൂടി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹൈജാക്ക് ചെയ്താണ് യഥാർത്ഥത്തിൽ നടന്നത്. അപ്പം അവരെന്നിട്ട് തീരുമാനമെടുത്ത് അവർ മുമ്പോട്ട് പോവുക, അവർ തീരുമാനമെടുക്കുക, അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് പണവും ചോദിക്കുക. എക്സൈസ് നോക്കുകുത്തിയായി ഇങ്ങനെ നിൽക്കുക. അതാണ് ഈ കേസിൽ നടന്നത്. ഏറ്റവും അപകടകരമായ രീതി. മുൻപ് ഈ ബാറുകളിലെ ടേൺ ഓവർ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അത് പിരിവ് കാര്യക്ഷമമല്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. 2023 അതായത് ഒരു വർഷം മുമ്പ് റോജിയം ജോൺ നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് അൺസാഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഒരു വർഷം കഴിഞ്ഞു ഇതുവരെ മറുപടി കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതായത് ടേൺ ഓവർ ടാക്സ് എന്ന് പറഞ്ഞാൽ 10% ആണ്. ബാറുകളുടെ എണ്ണം വർദ്ധിക്കുന്നു, ടേൺ ഓവർ ടാക്സ് താഴോട്ട് പോകുന്നു. അതെന്താ? ആളുകളൊക്കെ കൂടി നിർത്തിയ ഒന്നുമില്ല. അപ്പോൾ ബിവറേജ് കോർപ്പറേഷനിൽ നിന്ന് മദ്യം മേടിച്ചിട്ടാണ് ബാറിൽ വിൽക്കുന്നത്. ഇപ്പോൾ ഒരു പെഗിന് 50 രൂപയാണ് ആകുന്നതെങ്കിൽ ചിലപ്പോൾ 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ആയിരിക്കും വിൽക്കുന്നത്. ആ 300 രൂപയെ എഴുതിയാലേ മൊത്തം ടേൺ ഓവർ ആവുള്ളൂ. 50 രൂപയ്ക്ക് മേടിച്ച സാധനം 75 രൂപയ്ക്ക് വിറ്റെന്ന് 300 രൂപയ്ക്ക് വിറ്റിട്ട് 75 രൂപയെന്ന് കണക്ക് കാണിച്ചാലോ? ഒരു പരിശോധന നടക്കുന്നില്ല. ഒരു പരിശോധന നടക്കുന്നില്ല. എങ്ങനെ പരിശോധന നടക്കുന്നത്? ഉദ്യോഗസ്ഥന്മാര് റെയ്ഡ് നടത്തി ശല്യപ്പെടുത്തുന്നു ബാറുകാരെ. എന്നിട്ട് അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു. ബാറുകാരെ അവരും പണം മേടിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് നടക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ നികുതി വരുമാനം ഗണ്യമായി കുറയുന്നു. ഞാൻ തന്നെ ഉന്നയിച്ചൊരു ആരോപണമാണ്. അത് മന്ത്രി തത്വത്തിൽ അതിനെ സമ്മതിക്കുകയും ചെയ്തു. അതിന്റെ നടപടി എടുക്കുമെന്നും പറഞ്ഞു. ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, കെടുകാര്യസ്ഥതയാണ് സർക്കാരിന്റെ മുഖമുദ്ര. ഒരു സർക്കാരിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് ക്രമസമാധാനം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നലെ ഉണ്ടായ സംഭവം അറിയാല്ല. മാരാരിക്കുളത്ത് ഒരു വണ്ടി തടത്ത് നിർത്തി ചില്ല് തല്ലിപ്പൊളിച്ചൊരുത്തൻ തോക്കിയുണ്ട്. അപ്പൊ അവനെ സംബന്ധിച്ച് പോലീസിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പൊ ആരാണ് ചൂണ്ടിയെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. അപ്പൊ അവന്റെ പേര് പറഞ്ഞു. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ വിട്ടേക്ക്, സംഭവം വേഗം കാലിയാക്കാൻ നോക്ക്, രക്ഷപ്പെടാൻ നോക്ക്. കാരണം ഈ തോക്ക് ചൂണ്ടിയവൻ അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, അവനോട്ട് കളിക്കാൻ നിൽക്കരുത്, പൊക്കോളെന്ന്. അതായത് വഴിയിൽ യാത്ര ചെയ്തിരുന്ന ആളുകളെ റോഡിൽ തടഞ്ഞു നിർത്തി ചില്ലു പൊട്ടിച്ച് തോക്ക് ചൂണ്ടിയവൻ, അവനെക്കുറിച്ച് പരാതി പറയരുത്, വേഗം രക്ഷപ്പെടാൻ നോക്കാൻ പരാതിക്കാരനോട്. അവൻ ഏരിയ നേതാവിന്റെ സ്വന്തം ആളാണെന്ന്. ഇതാണ് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം. വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്തതിന്റെ പേരിൽ ഒരു പ്രാദേശിക ലേഖകനെ അതിരപ്പള്ളിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിർത്തിയ ഒരു സംഭവം കൂടി. തീർച്ചയായിട്ടും ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതിയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. SP നിയന്ത്രിക്കുന്നത് CPM ജില്ലാ കമ്മിറ്റിയാണ്. ഏരിയ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നത് SHOയെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഈ ആരോപണം. അതാണ് ഇന്നലെ മാരാരിക്കുളത്ത് നടന്നത്. കറക്റ്റായിട്ട് ഏരിയ കമ്മിറ്റി നേതാവിന്റെ സ്വന്തം ആളാണ് തോക്ക് ചൂണ്ടിയവൻ. അതുകൊണ്ട് പരാതി പറയാതെ രക്ഷപ്പെട്ടോളാൻ
ഈ KSU സംസ്ഥാന പഠന ക്യാമ്പുമായി ബന്ധപ്പെട്ട് KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും കാര്യങ്ങളുമാണ് അവിടെ നടന്നിരിക്കുന്നത്. താങ്കൾ വായിച്ചായിരുന്നു അത്? ഞാൻ വായിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. അത് ഒരു കുട്ടികളല്ലേ, കുട്ടികൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി. ആ പ്രശ്നം പരിധി വിട്ടു പോയിട്ടുണ്ടോ അല്ലയോ എന്ന് കേസ് തന്നെ അത് അന്വേഷിക്കും. അതിന്റെ മീതെ NSUA കമ്മിറ്റി ഉണ്ട്, അവരൊരു തീരുമാനം എടുക്കും. അതിലൊന്നും കയറി ഞാൻ അഭിപ്രായം പറയേണ്ട. ഇത്തരം ഒരു പരിപാടി KPCC അറിയിച്ചിരുന്നു, അറിവോടുകൂടിയാണോ? KPCC അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ നെയ്യാറുടെ തമ്മിൽ പരിപാടി നടക്കുന്നത്. ഇങ്ങനൊരു സംഘർഷം പാടില്ലായിരുന്നു. അല്ലല്ല, അത് എന്താണ്, ഏത് ലെവലിലേക്ക് അത് പോയിട്ടുണ്ടെന്ന് നോക്കണം. കുട്ടികൾ തമ്മിലുള്ള, പിള്ളേരല്ലേ, ചെറിയ പ്രായമല്ലേ, നമ്മുടെ പ്രായമല്ലല്ലോ. അവർ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ട്, വഴക്കുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ, ഒരു എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. അവരന്വേഷിച്ച് KSU പ്രസിഡന്റ് NSU കമ്മിറ്റിക്ക് റിപ്പോർട്ട് കൊടുക്കും. അത് വെച്ച് നമുക്ക് നോക്കാം. ഈ കൈ ചില്ലുമ ഗ്ലാസുമ തൊട്ടിട്ട് ചോര ചീന്തിയാണ്, തട്ടിക്കൂത്തിയൊന്നുമല്ല. ചോര ചീന്തിയെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോവും, പേടിച്ചു പോവാ. പോലീസുകാരോട് പരാതി